ഇത്തവണത്തെ പച്ചമാങ്ങയുടെ സീസൺ കഴിയുന്നതിന് മുൻപേ എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ട അങ്കമാലി പച്ചമാങ്ങ കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഹോട്ടൽ പാരഗണിലെ ഫിഷ് മാംഗോ കറിയായിട്ട് ചെറിയൊരു സാമ്യമുണ്ട് കേട്ടോ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ചെറിയൊരു പുളിപ്പും നല്ല എരിവൊക്കെയുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക. ഒരു പച്ചമാങ്ങയുടെ പകുതി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്ത് നന്നായിട്ട് കുഴച്ചൊരു 10 മിനിറ്റ് മാറ്റി വെക്കുക. ഒരു ഇത്തിരി പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ കറി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ചെറുതായി, അതായത് വളരെ കനം കുറച്ച് അരിഞ്ഞ സവാള, കുറച്ച് ചുവന്നുള്ളി, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ഒരിത്തിരി ഇഞ്ചി, ഇതെല്ലാം ചേർത്ത് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക. ഇനി ഇതെല്ലാം കൂടി ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നേരത്തെ നമ്മൾ മുറിച്ചു വെച്ച പച്ചമാങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിക്കുന്നത് 1 കപ്പ് തേങ്ങ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം. ആദ്യം നമ്മൾ 2ാം പാലിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 2ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വേകുന്ന വരയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ മാങ്ങയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് പിന്നെ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് വരയ്ക്കും 2ാം പാലിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തേങ്ങാപ്പാലിൽ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലും മാങ്ങയും കൂടെ ചേരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയമാണ്. 1ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്ന ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് കറിക്ക് വേണ്ട ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെറിയ തിള വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരിത്തിരി പെരുങ്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. നല്ല പുളിയുള്ള കറിയായതുകൊണ്ട് ഒരിത്തിരി പഞ്ചസാര ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നന്നായിട്ട് നമുക്കിതിലൊരു താളിപ്പ് ചേർക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിടുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ചുവന്നുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരണം. അതിലേക്ക് കുരു കളഞ്ഞ ഉണക്കമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കാം. കറി നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് അറിയാലോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.